ക്വസ്റ്റ്യൻ നമ്പർ 17 ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രിഫറൻസ് ഷെയർസിന്റെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ദി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് ചോദിക്കുന്നത്. ഇത് പ്രിഫറൻസ് ഷെയർസിന്റെ ചാപ്റ്ററിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന്റെ ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗങ്ങളിൽ തന്നെ ഈ ഭാഗം തിയറി പോർഷൻ ആയിട്ട് ഇതേപോലെ തന്നെ പ്രൊവിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ആൻസർ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഞാനത് ഒരു ടേബിൾ രൂപത്തിലാക്കി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക. പ്രൊവിഷൻ ആൻഡ് കണ്ടീഷൻ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദ ഫോളോയിങ് ആർ ദ കീ പ്രൊവിഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആസ് പെർ സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട്. സെക്ഷൻ 55 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, ഫുള്ളി പെയ്ഡ് ഷെയർസ്. അതായത് ഓൺലി ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റെഡീംഡ്. നമുക്ക് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യണമെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ എന്തായിരിക്കണം? ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. ഓക്കെ. അടുത്തത്, ദ സോഴ്സ് ഓഫ് റിഡംഷൻ. ദ സോഴ്സ് ഓഫ് റിഡംഷൻ can be done either from the company's profit available for dividend distribution or from the proceeds of fresh issue of shares made for redemption purpose. അതായത് റെഡീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഏതിൽ നിന്നായിരിക്കണം? ഒന്നുകിൽ എന്ത് കമ്പനിയുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് അതിനെ വിളിക്കാം. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ആ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കമ്പനിക്ക് റെഡീം ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ പുതിയൊരു സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ നടത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് ഈ റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത്. ഓക്കെ. ഇനി പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത് എങ്കിൽ എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡ് ഫ്രം. അതായത് പ്രീമിയം നമ്മൾ റിഡംഷൻ സമയത്ത് പ്രീമിയം നൽകുന്നുണ്ട് എങ്കിൽ ആ പ്രീമിയം ഏതിൽ നിന്ന് എടുക്കണം? ദ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ നിലവിലുള്ള സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലുള്ള ഫണ്ടാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? റിഡംഷൻ പ്രീമിയത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതില്ല എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കാം. ഓക്കെ. ദെൻ അടുത്ത കണ്ടീഷൻ, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് CRR. അതായത് ഈ റിഡംഷൻ ഈസ് ഡൺ ഫ്രം പ്രോഫിറ്റ് an amount equal to the nominal value of the redeemed shares must be transferred to a capital redemption reserve account. അതായത് റിഡംഷൻ നമുക്ക് രണ്ട് രീതിയിൽ നടത്താം എന്ന് പറഞ്ഞു. കണ്ടീഷൻ അനുസരിച്ച് രണ്ട് രീതിയിൽ നടത്താം. ഒന്ന് ഔട്ട് ഓഫ് പ്രോഫിറ്റും മറ്റൊന്ന് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. അല്ലെ, പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്താം. അപ്പൊ നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷൻ നടത്തുന്നത് എങ്കിൽ പ്രോഫിറ്റിൽ നിന്നും റിഡീം ചെയ്യുവാൻ വേണ്ടി, അതായത് റിഡീം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് വാല്യൂ റിഡീം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ എടുക്കുന്നോ അത്രയും എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്, അതായത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റിഡീം ചെയ്യുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ എത്രയാണോ പ്രോഫിറ്റ് ഉപയോഗിച്ച് ഫേസ് വാല്യൂ പോർഷൻ റിഡീം ചെയ്യുന്നത് അത്രയും എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ആ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR അക്കൗണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? The CRR can only be used for issuing fully paid bonus shares. It cannot be used to make partly paid up shares fully paid. അപ്പം CRR അക്കൗണ്ടിലുള്ള ആ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്തിനു വേണ്ടിയാണ്? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ. അതല്ലാതെ ബോണസ് ഷെയർസിന്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് ബോണസ് ഷെയർസ് ഉപയോഗിക്കാം, അല്ലെ ബോണസ് ഉപയോഗിക്കാം. പക്ഷേ CRRലെ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബോണസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസിന് മാത്രമേ CRR എമൗണ്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നമ്മൾ എന്ത് ചെയ്യണം? ROC എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ്. അതായത് റെഡീം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡംഷൻ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നമ്മൾ നോട്ടീസ് നൽകണം. ഓക്കെ. എ നോട്ടീസ് ഓഫ് റിഡംഷൻ മസ്റ്റ് ബി സെൻഡ് ടു ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഫ്രം ദി റിഡംഷൻ ഡേറ്റ്. റിഡംഷൻ ഡേറ്റ് മുതൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനി രജിസ്ട്രാർക്ക് അറിയിച്ചിരിക്കണം നമ്മൾ റെഡീം ചെയ്യാൻ തീരുമാനിച്ച കാര്യം. ഓക്കെ. ദെൻ
റിഡംഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ റിഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. റിഡംഷൻ ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ. ദ കമ്പനി ക്യാൻ ഇഷ്യൂ ന്യൂ ഷെയർസ് അപ് ടു ദി നോമിനൽ വാല്യൂ ഓഫ് റിഡീംഡ് ഷെയർസ്. റിഡംഷൻ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിന്റെ റിഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കമ്പനിക്ക് ഇപ്പൊ റെഡീം ചെയ്തു. ഓക്കെ, ഈ ഇപ്പൊ നമ്മള് ഒരു 5 ലക്ഷം രൂപ നമ്മൾ റെഡീം ചെയ്തെന്ന് വിചാരിക്കുക. കമ്പനിക്ക് വീണ്ടും എന്ത് ചെയ്യാം? അതേ 5 ലക്ഷത്തിന് വേണ്ടിയിട്ട് വീണ്ടും പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ നടത്താം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കമ്പനിയുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത്രയും എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഇഷ്യൂ നടത്തിയിട്ടൊക്കെ അവർക്ക് കണ്ടെത്താൻ പറ്റും. റിഡംഷൻ എന്ന് പറഞ്ഞത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ അല്ല. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ഓൺലി ബി റെഡീംഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ നമുക്ക് സാധിക്കുക ഫേസ് വാല്യൂലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ ആയിരിക്കും. നമുക്ക് ഡിസ്കൗണ്ടിൽ റെഡീം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇതിന്റെ കേസിൽ, പ്രിഫറൻസ് ഷെയറിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഈ റിഡംഷന്റെ കണ്ടീഷൻ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പല എക്സാമിനുകളും ചോദിച്ച് കാണാറുണ്ട്. പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷൻ കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ. അപ്പം ഈ ഞാൻ നോട്ട് തന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസർ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഞാനൊന്ന് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി എന്നുള്ളൂ. നിങ്ങൾക്ക് അത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യന് പാരഗ്രാഫ് രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഈസി ആവുന്നത് ആ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ടേബിൾ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഫോർമാറ്റ് അനുസരിച്ച് അതുപോലെ എഴുതിയാൽ മതി, അങ്ങനെ എഴുതിയാൽ മതി. അത് നിങ്ങളുടെ ഓപ്ഷൻ ആണ്. എങ്ങനെ എഴുതിയാലും ആൻസർ ഉണ്ടായാൽ മതി. ഓക്കെ, ആൻസറിൽ ഈ കണ്ടന്റ് ഉണ്ടായാൽ മതി. ഇനി അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സ് ലിമിറ്റഡ് ഡിസൈഡഡ് ടു മേക്ക് എ റൈറ്റ് ഇഷ്യൂ to existing shareholders in proportion of 3 shares for every 4 share held. Issue price per share is rupees 150 and market price at the time of right issue is rupees 200. Calculate the value of right. ഇത് ബോണസ് ആൻഡ് റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള ഒരു പ്രോബ്ലം ആണത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി. ഓക്കെ, ആ കമ്പനി എന്ത് തീരുമാനിച്ചു? റൈറ്റ് ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചു. ഓക്കെ, റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞെങ്കിൽ, നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം അവരോട് ചോദിക്കും, അവർക്ക് വേണോ ഷെയർ? കമ്പനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, ഈ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ആരോട് ചോദിക്കും? നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനോട് ചോദിക്കും. ഓക്കെ, അപ്പൊ കമ്പനി തീരുമാനിച്ചത് ഇങ്ങനെയാണ്. റൈറ്റ് ഇഷ്യൂ നടത്താൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ഇൻ പ്രൊപ്പോർഷൻ ഓഫ് 3 ഷെയർസ് ഫോർ എവരി 4 ഷെയർ ഹെൽഡ്. അതായത് ഓരോ 4 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 3 ഷെയർ വീതം കൊടുക്കാനാണ് കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. 3 റൈറ്റ് ഷെയർ വീതം കൊടുക്കാനാണ് കമ്പനി തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഇഷ്യൂ പ്രൈസ് പെർ ഷെയർ ഈസ്, അതായത് ആ റൈറ്റ് ഷെയറിന്റെ വില 150 രൂപയാണ്. അതായത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആ റൈറ്റ് ഷെയർ വാങ്ങുകയാണെങ്കിൽ അവർക്ക് 150 രൂപയ്ക്ക് ആ ഷെയർ കിട്ടും. ആ ഷെയറിന് മാർക്കറ്റിലുള്ള വില 200 രൂപയാണ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് റൈറ്റ് ഇഷ്യൂ, ആ ഷെയറിന് റൈറ്റ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് ആ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 200 രൂപയാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് റൈറ്റ്, അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഭാഗം ഞാൻ മൊത്തത്തിലെടുത്ത് പറയുന്നില്ല. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, നോക്കാം നിങ്ങൾ. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് കാണാനുള്ള ഇക്വേഷൻ, വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അതായത് എത്രയാണ് പുതിയ റൈറ്റ് ഷെയർസ്, കമ്പനി പുതുതായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഷെയറിന്റെ എണ്ണം എത്ര, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ്, അതായത് പുതിയ ഷെയറും നിലവിലുള്ള ഷെയറും രണ്ടും കൂടി കൂട്ടിയിട്ട് മൊത്തം എത്ര എണ്ണം വരുന്നു. ഓക്കെ, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റിൽ ആ പുതിയ റൈറ്റ് ഷെയറിന്റെ വില എത്ര, മൈനസ് ഇഷ്യൂ പ്രൈസ്, ആ പുതിയ റൈറ്റ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന വില എത്ര. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ക്വസ്റ്റ്യനിൽ
എന്താണ് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എത്രയാണ് 3 ആണ് അല്ലെ. അതായത് 4 ഷെയർ ഉള്ള ആൾക്ക് 3 ഷെയർ കൊടുക്കുന്നു. അപ്പോൾ 3 ഷെയർ ആണ് എന്ത് പുതിയ ഷെയർ. ഓക്കെ, നിലവിലുള്ള ഷെയറിന്റെ എണ്ണം എത്രയാണ് 4. അപ്പൊ 4 ഉള്ള ആൾക്ക് 3 ഏറെ കൊടുക്കുന്നു. ക്ലിയർ. അപ്പൊ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എത്രയാ ഈ ക്വസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് എത്രയാണ് 3 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്, അതായത് പുതുതായിട്ട് കൊടുക്കുന്ന റൈറ്റ് ഷെയറിന്റെ എണ്ണം 3ഉം അതുപോലെ തന്നെ പുതിയ ഷെയറിന്റെ അല്ല എക്സിസ്റ്റിംഗ് ഷെയറിന്റെ എണ്ണം 4ഉം. 3 + 4 7 അല്ലെ. ദെൻ മാർക്കറ്റ് പ്രൈസ് എത്രയാ, മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യൻ നോക്കൂ 200 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് അല്ലെ. ഇഷ്യൂ പ്രൈസ് എത്രയാ 150 രൂപ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഈ വാല്യൂ ഓഫ് റൈറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് കാരണം നമുക്ക് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, പാർട്ട് ബി ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഈ സംഭവം. നിങ്ങൾക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് ജസ്റ്റ് ഒരു ഇക്വേഷനും ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി അഡീഷൻ അതിന്റെ കൂടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൊടുക്കുക. ആ അഡീഷൻ എന്ന് പറഞ്ഞ ഇതാണ് പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അതായത് പുതിയ റൈറ്റ് ഷെയറിന്റെ ഇഷ്യൂ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഷെയർ ക്യാപിറ്റലിൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, അത് നമ്മൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ നോക്കൂ. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ, അതായത് റൈറ്റ് ഇഷ്യൂ നടത്തിയതിന്റെ ശേഷം ഷെയർ ക്യാപിറ്റലിൽ എത്ര വർധനവുണ്ടായി, വർധനവ് മാത്രം ചോദിക്കുന്നത് എത്ര വർധനവുണ്ടായി. അതായത് ഷെയർ ക്യാപ് പുതിയ ഷെയർ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം ഷെയർ ക്യാപിറ്റൽ എത്ര വർധനവുണ്ടായി ഡിവൈഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു. ഓക്കെ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ശതമാനം ഷെയർ ക്യാപിറ്റൽ ഈ റൈറ്റ് ഇഷ്യൂന് ശേഷം വർധനവുണ്ടായി എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു വെക്കുക, ഈ രണ്ട് ഇക്വേഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പാരഗ്രാഫ് പാർട്ട് ബിയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ തീരും ആൻസർ. ആ ഒരു ഒറ്റ ലൈൻ ആൻസറിനൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് നമ്മുടെ പേപ്പർ നോക്കുന്ന സാറന്മാര് നമുക്ക് 5 മാർക്ക് തരില്ല. ഓക്കെ, അപ്പൊ ഒരു 5 മാർക്ക് ലഭിക്കണമെങ്കിൽ അതിന് ഒരു അത്യാവശ്യം ഒരു ലെങ്ത് വേണം. അപ്പൊ ആ ലെങ്ത് ഉണ്ടാക്കാൻ നിങ്ങൾ ഇത് 2 പാർട്ടും കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ പോലും 2 പാർട്ടും കൂടി എഴുതുക. എന്നാൽ ഷുവർ ആയിട്ടും 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നോക്കി, നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഞാനിവിടെ പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ആൻസറിന്റെ ഹിന്റുകൾ ഇവിടെ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടെ ചെയ്യുക. ക്വസ്റ്റ്യൻ ഓൾറെഡി ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നത് കൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി എഴുതിയിട്ടില്ല എങ്കിൽ നോക്കിയിരിക്കുക. ഓക്കെ, വേറെ നിവർത്തിയില്ല. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാണ്, നിലവിൽ എത്ര ഷെയർ, നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിലുള്ള ഷെയറിന്റെ എണ്ണമാണ്. നിലവിൽ എത്ര ഷെയർ ഉണ്ട്, നിലവിലുള്ള ഷെയറിന്റെ എണ്ണം ടോട്ടൽ എണ്ണം നമുക്ക് അറിയില്ല. പക്ഷെ നിലവിൽ 4 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിലവിൽ എത്ര ഷെയർ ഉണ്ടായിരിക്കും, അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ എത്ര ഷെയർ ആണുള്ളത്, 4 ഷെയർ ആണുള്ളത് അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ എത്ര ഷെയർ ഉണ്ട്, 4 ഷെയർ. അപ്പൊ നമുക്ക് അവിടെ അതിന് നേരെ എഴുതുക, എത്രയാണ് 4 അല്ലെ. നിലവിലുള്ള ഷെയറിന്റെ എണ്ണം 4. ക്ലിയർ. ഇനി നിലവിലുള്ള ഷെയറിന്റെ എണ്ണം 4. ദെൻ നമ്പർ ഓഫ് ന്യൂ ഷെയർസ്, ഈ പുതുതായിട്ട് നൽകുന്ന ഷെയറിന്റെ എണ്ണം എത്രയാ, പുതുതായിട്ട് നൽകുന്ന ഷെയറിന്റെ എണ്ണം ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം അല്ലെ. എത്രയാ നോക്കൂ, ഇൻ പ്രൊപ്പോർഷൻ ഓഫ് 3 ഷെയർസ് ഫോർ എവരി 4 ഷെയർസ് ഹെൽഡ് അല്ലെ. ഓരോ 4 ഷെയർ കൈവശം വെക്കുന്ന ഒരാൾക്ക് 3 ഷെയർ വീതം റൈറ്റ് ഷെയർ നൽകുന്നു എന്ന് പറയുമ്പോൾ പുതുതായിട്ട് നൽകുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഷെയർ ആണ്. അപ്പൊ റൈറ്റ് ഷെയർ എത്ര എണ്ണം ഉണ്ട്, 3 ഉണ്ട് അല്ലെ. അപ്പോൾ ന്യൂ ഷെയർസിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 ആണ്. ക്ലിയർ. അപ്പം നമ്മൾ നമ്പർ നിലവിലുള്ള ഷെയറിന്റെ എണ്ണം 4, പുതിയ ഷെയറിന്റെ എണ്ണം 3. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ എത്ര ഷെയർ ആയി, നിലവിലുള്ള 4 ഷെയർ പ്ലസ് പുതിയ ഷെയറിന്റെ എണ്ണം 3 അല്ലെ. അതുകൊണ്ടെല്ലാം ചേർന്ന് പുതിയ ഷെയറിന്റെ എണ്ണം 3. അപ്പൊ 4 + 3
അതായത് ടോട്ടൽ ഉള്ള ഷെയറിന്റെ എണ്ണം എത്രയായി? 7 ആയി അല്ലെ? ടോട്ടല് 7 ഷെയർ ആണ് നിലവിൽ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം കമ്പനിയിൽ ഉള്ളത്. ഓക്കെ, അപ്പം റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള ഷെയറിന്റെ എണ്ണം 7, റൈറ്റ് ഇഷ്യൂവിന് മുമ്പുള്ള ഷെയറിന്റെ എണ്ണം 4, റൈറ്റ് ഇഷ്യൂ നടത്തിയ ഷെയറിന്റെ എണ്ണം 3. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് പോവാണ്. ഇക്വേഷൻ എന്താണ്? വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് അല്ലെ, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എത്രയാണ്? 3. അപ്പൊ നമുക്കിവിടെ എഴുതാം 3. ദെൻ ഡിവൈഡ് ബൈ അതിനെ എന്തുകൊണ്ടായിരിക്കണം? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഹരിക്കണം അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 7 ആണ്. നമ്മൾ കണ്ടെത്തി, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ഷെയർസ് ആഫ്റ്റർ ദി റൈറ്റ് ഇഷ്യൂ 4 പ്ലസ് 3, അതായത് 4 നിലവിലുള്ളത്, 3 പുതിയത്. അപ്പൊ 4 പ്ലസ് 3 7 ഷെയർസ്. ക്ലിയർ? വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഷെയർസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർസ് ഇൻറ്റു എന്താണ്? മാർക്കറ്റ് പ്രൈസ് അല്ലെ. മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് ആണ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാ? ക്വസ്റ്റ്യനിൽ നോക്കാം. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് റൈറ്റ് ഇഷ്യൂ ഈസ് 200 അല്ലെ. മാർക്കറ്റ് പ്രൈസ് 200 രൂപയാണ്. സോ നമുക്ക് അവിടെ എഴുതാം 200 മൈനസ് ഇഷ്യൂ പ്രൈസ്, അതായത് റൈറ്റ് ഷെയർ ഇഷ്യൂ നടത്തി എത്ര രൂപയ്ക്കാണ്? ക്വസ്റ്റ്യനിൽ ഉണ്ട് അല്ലെ. ഇഷ്യൂ പ്രൈസ് പെർ ഷെയർ ഈസ് 150. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 150. ഓക്കെ, 150. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3/7 അല്ലെ. 3/7 ഇൻറ്റു 200 മൈനസ് 150 എന്ന് പറയുമ്പോൾ 50 അല്ലെ. അപ്പൊ 3/7 ഇൻറ്റു 200 മൈനസ് 150 വിച്ച് മീൻസ് 50. അപ്പൊ ഇതാണ് വാല്യൂ ഓഫ് റൈറ്റ് വരിക. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ചെയ്ത് നോക്കാം. 3 ഹരിക്കണം 7 ഇൻറ്റു 50. അപ്പം 21.428 എന്നാ വരുന്നത്. അപ്പൊ നമുക്ക് 43 എഴുതാം. ഓക്കെ, 21.43, 21.43 ആണ് നമുക്കിവിടെ വാല്യൂ ഓഫ് റൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഈ വാല്യൂ ഓഫ് റൈറ്റിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് 5 മാർക്കും കിട്ടും അല്ലെ. വലിയ പ്രയാസമൊന്നുമില്ല. ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഇക്വേഷനിലുള്ള കണ്ടന്റുകളെല്ലാം ക്വസ്റ്റ്യനിൽ അതുപോലെ ഉണ്ട്. സോ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടന്റ് എടുത്ത് എഴുതാനൊന്നും പ്രയാസം ഉണ്ടാകില്ല. ഓക്കെ, അപ്പം ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞു ഇത്ര മാത്രം എഴുതിയാലൊന്നും നമുക്കൊരു 5 മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ പെർസെന്റേജിൽ എത്ര വർധന ഉണ്ടായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ, അതായത് റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം ഷെയർ ക്യാപിറ്റലിൽ എത്ര പെർസെന്റേജ് വർധന ഉണ്ടായി അത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, എന്താണ് ബിഫോർ റൈറ്റ് ഇഷ്യൂന് മുമ്പ് ഷെയർ ക്യാപിറ്റലിന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഒരു ഷെയർ ക്യാപിറ്റലിന്റെ വില 10 രൂപയായിട്ട് നമ്മൾ തൽക്കാലം കണക്കാക്കാം. അവിടെ ഷെയറിന്റെ വില എത്ര തന്നിട്ടുള്ളത്? മാർക്കറ്റ് പ്രൈസ് 200ഉം 150 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ഒരു കാൽക്കുലേഷന് വേണ്ടി 10 എടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് 200 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ 150 എടുക്കുകയാണെങ്കിൽ 150 എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഏത് എമൗണ്ടും എടുക്കാം. അപ്പൊ എടുക്കുന്നത് എല്ലാത്തിനും സെയിം എമൗണ്ട് ആയിരിക്കണം എന്ന് മാത്രം. അപ്പൊ നമുക്ക് ആ ഇൻക്രീസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഒരു 10 എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ഫ്രം എക്സിസ്റ്റിംഗ് ഷെയർസ്, നിലവിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നത്? റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് എത്ര ഷെയർ ഉണ്ടായിരുന്നത്?
4 ഷെയർ ആണ് ഉണ്ടായിരുന്നത് അല്ലേ. ദെൻ ഒരു ഷെയറിന് നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ അസ്യൂം ചെയ്യാണ്. നമ്മൾ തൽക്കാലം ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. നമുക്ക് 100 ആക്കാം, 50 ആക്കാം, 200 ആക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് ആക്കാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടം. ഞാനിവിടെ ഒരു 10 രൂപയാക്കും. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 10 രൂപയാക്കും. ഓക്കെ, അപ്പൊ 4 × 10 എത്രയാ? 40 രൂപ. അതായത് റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ ഷെയറിന്റെ വില 40,000. കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 40,000. ക്ലിയർ? ഇനി റൈറ്റ് ഇഷ്യൂ നടത്തിയതിന് ശേഷം കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ വില എത്രയായിട്ട് മാറി? അത് റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം കമ്പനിയുടെ ടോട്ടൽ ഷെയറിന്റെ എണ്ണം എത്രയാണ്? 7 ആയിട്ട് മാറി. പിന്നെ ഒരു ഷെയറിന്റെ വില എത്രയാണ്? 10 ആണ് അല്ലെ? നമുക്കറിയാം 10. നമ്മൾ അസ്യൂം ചെയ്യുന്നത് 10 രൂപയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര രൂപയായിട്ട് മാറി? 70 രൂപയായിട്ട് മാറി. അപ്പം റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് കമ്പനിയുടെ കയ്യിൽ 40 രൂപയുടെ വിലയുള്ള ഷെയറേ ഉണ്ടായിരുന്നുള്ളൂ. റൈറ്റ് ഇഷ്യൂ നടത്തിയപ്പോൾ കമ്പനിയുടെ കയ്യിൽ 70 രൂപ വരെയുള്ള ഷെയറും ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം ഷെയർ ക്യാപിറ്റലിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും എത്രയാണ് വർധനവ് എന്നുള്ളത്. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. അതായത് റൈറ്റ് ഇഷ്യൂന് ശേഷം ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 40 ആയി. റൈറ്റ് ഇഷ്യൂന് മുമ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? റൈറ്റ് ഇഷ്യൂന് ശേഷം ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 20 ആയി. റൈറ്റ് ഇഷ്യൂന് മുമ്പ് എത്രയായിരുന്നു? 40 ആയിരുന്നു. അപ്പൊ ഉണ്ടായ വർധനവ് എത്ര രൂപയാണ്? 30 രൂപയുടെ വർധനവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇതുപോലെ എന്താണ്? ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ ഷെയർസ്, പുതിയ ഷെയറിന്റെ എണ്ണം. ഓക്കെ, 3 ഇൻറ്റു ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന് ഈ ഒരു കാൽക്കുലേഷന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് എത്രയാണ്? 10 രൂപയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ 150 എടുക്കാം. ക്വസ്റ്റ്യനിലുള്ള 150 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാത്തിനും 4 × 150, 7 × 150, 3 × 150 ആക്കിയാൽ മതി. ക്ലിയർ? അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 10 എടുത്തതെന്ന് മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ട് ഇത് 10 എടുത്തു സാറ്, ക്വസ്റ്റ്യനിൽ 10 തന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞു വരരുത്. ഞാൻ പറയുന്നു എന്താണ്, അത് ആൻസർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എടുത്തതാണ്. ഈ ക്വസ്റ്റ്യനിലുള്ള 200 എടുത്താലോ ക്വസ്റ്റ്യനിലുള്ള 150 എടുത്താലോ ഒന്നും പ്രശ്നമില്ല. ക്വസ്റ്റ്യനിലുള്ള 150 എടുക്കുകയാണെങ്കിൽ 4 × 150, 7 × 150, 3 × 150 ആക്കിയാൽ മതി എന്ന് മാത്രം. ക്വസ്റ്റ്യനിലുള്ള 200 എടുക്കുന്നെങ്കിൽ 4 × 200, 7 × 200, 3 × 200 ആക്കിയാൽ മതി എന്ന് മാത്രം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എടുത്ത് 3 × 10, അപ്പൊ 30 രൂപ. ഓക്കെ, അപ്പം ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. ഷെയർ ക്യാപിറ്റൽ റൈറ്റ് ഇഷ്യൂന് ശേഷം ഷെയർ ക്യാപിറ്റലിൽ ഉണ്ടായിട്ടുള്ള വർധനവ് എന്ന് പറയുന്നത് എത്രയാണ്? 30 രൂപയാണ് അല്ലെ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നേരിട്ട് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കാം. രണ്ടായിട്ട് എഴുതാം അല്ലെ? റൈറ്റ് ഇഷ്യൂന് മുമ്പ് ഉണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ 40, റൈറ്റ് ഇഷ്യൂന് ശേഷം ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ 70. അപ്പോൾ ഉണ്ടായ വർധനവ് 30 രൂപ അല്ലെ? ആ വ്യത്യാസമാണ് അവിടെ ഉണ്ടായ വർധനവ് 30 രൂപ. അത് അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ എഴുതിയിട്ട് കണ്ടുപിടിക്കാം. അത് നിങ്ങളുടെ ചോയ്സ്. 2 ചോയ്സ് ഞാൻ പറഞ്ഞു തന്നു, അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് വർധനം ഉണ്ടായതെന്ന് കണ്ടുപിടിച്ചു. എത്രയാണ് വർധനം ഉണ്ടായത്? 30 രൂപയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാലോ, എത്രയാണ് വർധനം ഉണ്ടായത് ഡിവൈഡ് ബൈ വർധനവ് വർദ്ധിക്കുന്നതിന് മുമ്പുള്ള ഷെയർ ക്യാപിറ്റൽ വില. അപ്പം വർധനം ഉണ്ടായത് 30 രൂപയാണ്. വർദ്ധിക്കുന്നതിന് മുമ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? ബിഫോർ റൈറ്റ് ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 40 ആണ്. അപ്പം വർധനം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഷെയർ ക്യാപിറ്റൽ 40 ആയിരുന്നു. അപ്പോൾ എന്താ ആൻസർ വരിക? 30 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100. 30 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം ഷെയർ ക്യാപിറ്റലിൽ വർധന ഉണ്ടായി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ആൻസർ 75% വർധനവ് ഉണ്ടായി എന്നാണ് കിട്ടുക. ഓക്കെ, ഇത്രയും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് ക്വസ്റ്റ്യന് 5 മാർക്ക് വളരെ ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് റിവിഷൻ എന്ന നിലയ്ക്ക് തന്നതാണ്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്ത് എഴുതിയാൽ മതി?
നേരെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുന്നു, ക്വസ്റ്റ്യനിൽ നിന്നും ആ ഇക്വേഷൻ പ്രകാരമുള്ള ഡാറ്റ എടുത്തെഴുതുന്നു, ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുന്നു, ക്വസ്റ്റ്യനിൽ നിന്നും അതേ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു, നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ട് 5-6 സ്റ്റെപ്പോട് കൂടി പരിപാടി തീരും. ഇത്രയും ഡാറ്റ ഇതിനകത്ത് തരാനുള്ള കാരണം നിങ്ങൾക്ക് പഴയ ഭാഗം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ? അപ്പം വളരെ സിമ്പിൾ ആണ്. ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നിസ്സാരമാക്കി കളയണ്ട. അതിൽ നിന്നും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ റൈറ്റ് ഷെയറിന്റെ വില കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് എന്തായാലും നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കും. ഒരു പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കി. The following are taken from the balance sheet of Raja Limited as on 31st December 2011. 2011 ഡിസംബർ 31 ഒരു രാജ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ്? 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, ₹1 lakh. അതായത് 14 ഇക്വിറ്റി ഷെയർസ് അവരുടെ കയ്യിലുണ്ട്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില 10 രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ 1 ലക്ഷം രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർസ് ആ കമ്പനിയിലുണ്ട്. ദെൻ അടുത്തത് 10,008% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്, ₹1 lakh. അതുപോലെ തന്നെ 10,000 8% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന 8% ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസ് ആ കമ്പനിയുടെ കയ്യിലുണ്ട്. ആ പ്രിഫറൻസ് ഷെയർസിന്റെ ഒരു ഷെയറിന്റെ വില 10 രൂപ തന്നെയാണ്. അങ്ങനെ മൊത്തത്തിൽ ₹1 lakh വില വരുന്ന 8% ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസ് കമ്പനിയുടെ കയ്യിലുണ്ട്. ദെൻ കൂടാതെ കമ്പനിയുടെ കയ്യിൽ ക്യാപിറ്റൽ റിസർവിൽ ഒരു 50,000 രൂപയുണ്ട്, ജനറൽ റിസർവിൽ ഒരു 30,000 രൂപയുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു 85,000 85,000 രൂപയുണ്ട്. ഓക്കെ, ദെൻ ദ കമ്പനി റെഡീം ദ പ്രിഫറൻസ് ഷെയർസ് ഓൺ 1st January 2012. കമ്പനിയുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. റെഡീം ചെയ്തു എന്ന് 1st January 2012, 2012 ജനുവരിയിൽ കമ്പനി എന്ത് ചെയ്തു? റെഡീം ചെയ്തു പ്രിഫറൻസ് ഷെയർസിനെ. അപ്പോൾ ആ റെഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് റെഡീം ചെയ്യുക എത്ര എമൗണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്ന സമയത്ത് എഴുതുക, ആദ്യം എന്ത് എഴുതേണ്ടത്? എമൗണ്ട്, അല്ലെ? എമൗണ്ട് റിക്വേർഡ് ഫോർ റിഡംഷൻ. റെഡീം ചെയ്യുവാൻ വേണ്ടി നമുക്ക് എത്ര രൂപ ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ റെഡീം ചെയ്യാൻ നമുക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട്? കാരണം ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി വായിച്ച് നോക്കുക നിങ്ങൾ. അതായത് ഇത്രേ പറയുന്നുള്ളൂ. ജനുവരി 1, 2012 കമ്പനി എന്ത് തീരുമാനിച്ചു? റെഡീം ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ജനുവരി 2012 കമ്പനി റെഡീം ചെയ്യാൻ തീരുമാനിച്ചു എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് എന്താണ് പ്രീമിയത്തിലാണ്, പാറിലാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ് ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ പ്രിഫറൻസ് ഷെയർസ് ഒരിക്കലും ഡിസ്കൗണ്ട് റെഡീം ചെയ്യില്ല. ദെൻ പ്രീമിയത്തിലാണെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്ത് പറയും. ഇപ്പൊ പ്രീമിയത്തിലാണെന്ന് ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ റിഡംഷൻ എങ്ങനെയായിരിക്കും? റിഡംഷൻ അറ്റ് പാർ അല്ലെങ്കിൽ ഫേസ് വാല്യൂലായിരിക്കും. ക്ലിയർ? അപ്പോൾ അത് ഫേസ് വാല്യൂലാണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല എന്ന് പറയരുത്. ക്വസ്റ്റ്യനിൽ എന്താണ് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ത് ഫേസ് വാല്യൂലാണ് എന്നുള്ളത്. കാരണം പ്രീമിയത്തിലാണെങ്കിൽ എടുത്ത് പറയും, പ്രീമിയത്തിലാണ് എന്ന് പറയാത്ത സ്ഥിതിക്ക് അത് ഫേസ് വാല്യൂലാണ് റെഡീം ചെയ്യുന്നത്. കാരണം പ്രീമിയം എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് അതിനകത്ത് ഇല്ല എന്നർത്ഥം. യെസ്, അപ്പൊ അങ്ങനെ ആകുമ്പോൾ എത്ര എമൗണ്ട് വേണം റെഡീം ചെയ്യാൻ? എത്ര എമൗണ്ട് വേണം? അപ്പൊ നമ്മൾ റെഡീം ചെയ്യുന്ന എത്ര പ്രിഫറൻസ് ഷെയറിനെയാണ് റെഡീം ചെയ്യുന്നത്? കമ്പനി പ്രിഫറൻസ് ഷെയറിനെ റെഡീം ചെയ്യാൻ തീരുമാനിച്ചു എന്നാ പറയുന്നത്. പ്രിഫറൻസ് ഷെയർ എത്ര എണ്ണം ഉണ്ട്? 10,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, അല്ലെ? അപ്പം റെഡീം ചെയ്യാൻ പോകുന്ന വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ വേണം? 10,000 പ്രിഫറൻസ് ഷെയർസ്. ഒരു പ്രിഫറൻസ് ഷെയറിന്റെ വില എത്രയാണ്? 10 രൂപയാണ്. 10,000 × 10.
എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിഫറൻസ് ഷെയറിനെ റെഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് മൊത്തത്തിൽ 1,00,000 rupees നമുക്ക് ആവശ്യം. പ്രിഫറൻസ് ഷെയറിനെ റെഡീം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ 1,00,000 rupees ആവശ്യമുണ്ട്. ഓക്കെ, അത് അപ്പൊ എത്ര രൂപ ആവശ്യമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ആ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ നോക്കണം. അതായത് 1,00,000 രൂപ നമുക്ക് റെഡീം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ബിസിനസിന്റെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ കുറച്ചുകൂടി എടുത്ത് പറയണമായിരുന്നു എന്ത്, ആ റെഡീം ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടി കമ്പനി പുതിയ ഇക്വിറ്റി ഷെയറോ പുതിയ പ്രിഫറൻസ് ഷെയറോ പുതിയ ഡിബഞ്ചറോ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട് എന്ന് പറയണമായിരുന്നു. ഇവിടെ നമുക്കറിയാം പ്രിഫറൻസ് ഷെയറിനെ 2 രീതിയിൽ നമുക്ക് റെഡീം ചെയ്യാം അല്ലെ. 2 രീതിയിലല്ല 3 രീതിയിൽ റെഡീം ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് പുതിയ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്ലസ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, അതായത് കുറച്ച് ഭാഗം പ്രോഫിറ്റിൽ നിന്നും കുറച്ച് ഭാഗം ഫ്രഷ് ഇഷ്യൂ നടത്തിയ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രഷ് ഇഷ്യൂ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് എന്താണ്? പ്രോഫിറ്റില് നമുക്ക് ഇവിടെ എമൗണ്ട് ഉണ്ട് അല്ലെ. ക്യാപിറ്റൽ റിസർവിൽ 50,000 രൂപയുണ്ട്, ജനറൽ റിസർവിൽ 30,000 രൂപയുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് 85,000 രൂപയുണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതില് ഈ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റെഡീം ചെയ്യാം. കാരണം നമുക്ക് ആകെ 1,00,000 രൂപയെ ആവശ്യമുള്ളൂ റെഡീം ചെയ്യാൻ. അതിനിപ്പോ ഇവിടെ എത്ര രൂപയുണ്ട്? ഏകദേശം 1,65,000 രൂപ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുക? ലെസ്, ഇതിനാവശ്യമായ എമൗണ്ട് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ലെസ്സിന് അല്ലെ വേണ്ട എമൗണ്ട് എങ്ങനെ എടുക്കുന്നു, ഏതിൽ നിന്നൊക്കെ എടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ലെസ് എന്ന് ഇടുന്നു. ഓക്കെ, ഏതിൽ നിന്നൊക്കെ എടുക്കുന്നത്? ഏതിൽ നിന്നൊക്കെ എടുക്കാം? നമുക്ക് ഏറ്റവും ആദ്യം എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ടും തികഞ്ഞില്ല എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. ഓക്കെ, അതായത് റവന്യൂ റിസർവുകളിൽ നിന്നും ആദ്യം എടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ക്യാപിറ്റൽ റിസർവിൽ നിന്ന് എടുക്കുക. റവന്യൂ റിസർവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജനറൽ റിസർവ് ആണ്. അപ്പം ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക, എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് എടുക്കുക, എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ റിസർവിൽ നിന്ന് എടുക്കുക. അങ്ങനെയാണ് ഒരു ഓർഡർ. ഓക്കെ, ഇനി നിങ്ങൾ ഓർഡർ തെറ്റിയാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ മാക്സിമം നമ്മൾ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏതിൽ നിന്ന് എടുക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ക്വസ്റ്റ്യനിൽ പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് എത്ര രൂപയുണ്ട്? 85,000 ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത്, 85,000. അപ്പൊ നമുക്ക് 85,000 രൂപ കിട്ടിയാൽ നമ്മുടെ ആവശ്യം തീരുമോ? തീരില്ല. നമുക്ക് 1,00,000 രൂപ ആവശ്യമുണ്ട് അല്ലെ. 1,00,000 രൂപ വേണമല്ലോ റെഡീം ചെയ്യണമെങ്കിൽ. അപ്പൊ ബാക്കി പൈസ എവിടെ നിന്ന് എടുക്കും? ബാക്കി നമുക്ക് ഏതിൽ നിന്നെടുക്കാം? ജനറൽ റിസർവിൽ നിന്നെടുക്കാം. ബാക്കി ജനറൽ റിസർവിൽ നിന്ന് എത്ര എടുക്കണം? ജനറൽ റിസർവിൽ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ജനറൽ റിസർവിൽ എത്ര ഉണ്ട്? 30,000 രൂപയുണ്ട്. അപ്പോൾ കൊണ്ടുപോയിട്ട് 30,000 കൊണ്ടുപോയി എഴുതരുത്. 30,000 കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ എത്രയായി? 1,15,000 രൂപയായി. നമുക്ക് 1,15,000 രൂപയുടെ ആവശ്യമുണ്ടോ ഇവിടെ? നമുക്ക് ഇവിടെ റെഡീം ചെയ്യാൻ 1,00,000 രൂപയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ജനറൽ റിസർവിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? ഇനി 1,00,000 ആകണമെങ്കിൽ എത്ര രൂപ ആവശ്യമുണ്ടോ അതെടുത്താൽ മതി. 1,00,000 രൂപ ആവണമെങ്കിൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് 15,000 രൂപയാണ്. ആ 15,000 എടുത്താൽ മതി. ഇനി ഡൗട്ട് ചോദിക്കരുത്, അല്ലെങ്കിൽ ഡൗട്ട് വരരുത്. ഈ ജനറൽ റിസർവില് 30,000 ഇല്ലേ, എന്തുകൊണ്ട് എൻട്രി ചെയ്തപ്പോൾ 15,000 എടുത്തു എന്ന് ഡൗട്ട് ചോദിക്കരുത്, ഡൗട്ട് വരരുത്. കാരണം നമുക്ക് ആവശ്യമുള്ളത് മൊത്തത്തിൽ 1,00,000 rupees ആണ്. ആ 1,00,000 rupeesന്റെ ആവശ്യത്തിൽ ആ എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ 1,00,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു. ഇനി നമുക്ക് ബാക്കി 1,00,000 തികയാൻ 15,000 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 30,000 രൂപയുള്ള ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നും ഒരു 15,000 എടുത്തു. ഓക്കെ, അപ്പൊ ഇനി ജനറൽ റിസർവ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടാവുള്ളൂ? 15,000 ഉണ്ടാവുള്ളൂ. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവോ? ഉണ്ടാവില്ല. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തീർന്നു. ഓക്കെ, ജനറൽ റിസർവ് അക്കൗണ്ടിൽ 15,000 പോയി. ഇനി അതിൽ ബാക്കി 15,000 ഉണ്ടാവുള്ളൂ. ക്യാപിറ്റൽ റിസർവിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ റിസർവിൽ ഇപ്പോഴും 50,000 രൂപ ബാക്കി ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ക്ലിയർ? അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇത്രയും എമൗണ്ട് എടുത്തു. ഇനി ഇത്രയും ഒരു വർക്കിംഗ് നോട്ട് വഴി നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ജേണലിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ജേണൽ എഴുതുന്ന സമയത്ത് ഏറ്റവും ആദ്യം എഴുതേണ്ട എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡീം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള, അതായത് പ്രോഫിറ്റ്
റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് എങ്കിൽ, അതായത് എത്ര എമൗണ്ട് ആണോ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എടുക്കുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ത് മാത്രമല്ല, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മാത്രമല്ല അല്ലെ, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാ പറയുന്നത്. ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് എടുക്കാം. ക്യാപിറ്റൽ റിസർവിന് എടുക്കാം, ജനറൽ റിസർവിന് എടുക്കാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കാം. അപ്പോൾ റിഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ എമൗണ്ട് എടുക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ എമൗണ്ട് എടുക്കുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നും ജനറൽ റിസർവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന എത്ര രൂപയാണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 85,000 രൂപയും ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 15,000 രൂപയുമാണ്. ഓക്കെ, ആ എടുത്ത പണം എന്തിനു വേണ്ടി എടുക്കുന്നത്? ആ പണം നമ്മൾ എടുക്കുന്നത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റിൽ നിന്നും റിഡീം ചെയ്യുവാൻ വേണ്ടി ഒരു എമൗണ്ട് എടുക്കുകയാണെങ്കിൽ, ആ എമൗണ്ട് എടുത്തിട്ടുള്ളത് ഫേസ് വാല്യൂ റിഡീം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നമ്മുടെ നിയമം പറയുന്നത് ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജേണൽ എൻട്രി ഇതാണ്. ഓക്കെ, എന്താ എൻട്രി? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, നരേഷൻ കൊടുത്തേ നോക്കി. എന്താ നരേഷൻ? ട്രാൻസ്ഫർ ഓഫ് എൻ എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് റിഡീംഡ് ടു CRR അക്കൗണ്ട്. അതായത് നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ആണ്. ഓക്കെ, അതായത് പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും അതല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റിസർവിൽ നിന്നും, ഇനി 3 വാക്കുകൾ ഉപയോഗിക്കാം. ഓക്കെ, അക്യുമുലേറ്റഡ് റിസർവിൽ നിന്നും പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫേസ് വാല്യൂ റിഡീം ചെയ്യുകയാണ് എങ്കിൽ എത്ര രൂപയാണോ നമ്മൾ ഫേസ് വാല്യൂ റിഡീം ചെയ്യുവാൻ വേണ്ടിയിട്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നും പണം എടുക്കുന്നത് അത്രയും എമൗണ്ടിനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതാണ് ഒന്നാമത്തെ എൻട്രി. ഓക്കെ, ആ എൻട്രി ആണ് ഇവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആയി അല്ലെ. എത്രയാണ്? 1 lakh rupees ആണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത്. ആ 1 lakh rupees പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നും ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ എടുത്തു. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? നമുക്ക് ഫണ്ട് ആയി കഴിഞ്ഞു. ഈ എൻട്രിയിലൂടെ നമുക്ക് ഫണ്ടായി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 1 ലക്ഷം രൂപ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നുള്ള പേരിൽ നമ്മൾ എഴുതുകയാണ്. അപ്പം ആ എഴുതുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യുക. അപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് അത്തരം ഐഡിയകളൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ എൻട്രിയാണ് പഠിക്കുക. എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. അതായത് പ്രിഫറൻസ് ഷെയർ, ഇതിനർത്ഥം എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലുള്ള പണം പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു ജേണൽ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. ദെൻ ആ 8% എന്ന് പറയുന്നത് ഇനി എന്താണ് എന്ന് സംശയിക്കരുത്. 8% എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രിഫറൻസ് ഷെയറിന്റെ പേരാണത്. അതായത് ആ പ്രിഫറൻസ് ഷെയറിന് ആ കമ്പനി നൽകുന്ന ഡിവിഡന്റിന്റെ പെർസെന്റേജ് ആണ് 8% എന്ന് പറഞ്ഞത്. അത് അതിന്റെ പേരിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യനിൽ അങ്ങനെ പെർസെന്റേജ് തന്നാൽ ആ പെർസെന്റേജ് അടക്കം വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്ന് എഴുതുക. എത്ര രൂപയാണ് നമ്മൾ റെഡി കൊടുക്കാനുള്ളത്? 1 lakh rupees ആണ്. ഓക്കെ, അപ്പം 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് എന്ന പേരിൽ നമ്മൾ എഴുതുന്നു. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ആ എൻട്രി വിളിക്കുന്ന പേര് ഡ്യൂ എൻട്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് നരേഷൻ കൊടുത്തു. ഇനി നമ്മൾ ഈ എൻട്രിയിലൂടെ എന്താ എഴുതിയത്? കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി. കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയാൽ മാത്രം പോരാ, ആ എമൗണ്ട് കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ ഉള്ള എൻട്രി എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യുന്നു? പണം കൊടുക്കുകയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് 1 lakh rupees ബാങ്ക് വഴി കൊടുക്കുന്നു.
ഓക്കെ, അതാണ് അതിനർത്ഥം. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക് ടു ക്യാഷ് എഴുതാം, അതായത് ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ ഒരാൾക്കും ക്യാഷ് കൊടുക്കാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനീസ് ഒക്കെ അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് വഴിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് എഴുതേണ്ട സ്ഥലത്തൊക്കെ ബാങ്ക് നമ്മൾ എൻട്രി എഴുതുന്നത്, കാരണം അത് നിയമമാണ്. ഓക്കെ, അപ്പൊ അത് ജനറൽ നോളജിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 1,00,000 രൂപ കൊടുക്കുന്നത് കാണിക്കാനുള്ള ജനറൽ എൻട്രി ആണ് അത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക്. ക്ലിയർ? ഇത്രയും എൻട്രിയുടെ ആവശ്യമുള്ളൂ. വളരെ സിമ്പിൾ, 3 എൻട്രി അല്ലെ, 3 എൻട്രി ഇവിടെ ആവശ്യം വന്നിട്ടുള്ളൂ. ആ 3 എൻട്രി 5 മാർക്ക്. ഇത്ര സിമ്പിൾ ആയിട്ട് 5 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിന്റെ സിറ്റുവേഷൻ ആണ്. അപ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവർ ചിലപ്പോൾ ഇനി ഈ വർഷം ചിലപ്പോൾ എന്തായിരിക്കും, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റും റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ കൂടി ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം രണ്ടും കൂടി, അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്ന് പറയാം ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം എന്താണ്, ഒരേ നിയമങ്ങളാണ്, ആ നിയമങ്ങൾ അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നമുക്ക് ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്? നമ്മള് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. മെൻഷൻ ദ കണ്ടീഷൻ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഓക്കെ, വീണ്ടും ബോണസ് ഷെയർസിന്റെ ചാപ്റ്ററിൽ നിന്നും 2023 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് ബോണസ് ഷെയർസിൽ നിന്നാണ് വന്നത് അല്ലെ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. എന്താ? മെൻഷൻ ദി കണ്ടീഷൻ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് പാലിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെയുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കോപ്പി എടുത്തിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ തന്നെയാണ് ഇത്. നോക്കാം നിങ്ങൾക്ക്. കണ്ടീഷൻ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. According to Section 63, Subsection 2 of the Companies Act 2013, a company can issue bonus shares only if the following conditions are fulfilled. താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ മാത്രമേ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചിട്ട് സെക്ഷൻ 63 സബ്സെക്ഷൻ 2 അനുസരിച്ച് ഒരു കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, 5 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്ന് എന്താണ്? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയും. കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട മാൻഡേറ്ററി ഡീറ്റെയിൽസിൽ വരുന്ന ഒന്നാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രേഖകൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയണം കമ്പനി എന്ത് ചെയ്യും. കമ്പനിക്ക് അധികമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കമ്പനി ഇത്ര റേഷ്യോയില് അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കമ്പനി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഫ്രീ ഓഫ് കോസ്റ്റിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും എന്ന് അതിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ബോണസ് ഷെയർ ഇഷ്യൂ. ഓക്കെ, രണ്ടാമത്തെ കേസ്, the proposal of the board of directors regarding issue bonus shares should be approved by the member in general meeting. അതുപോലെ തന്നെ ഈ ബോണസ് ഷെയർസ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കമ്പനിയുടെ ഒരു 5, 6 അല്ലെങ്കിൽ 10 പേരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവും. അവരായിരിക്കും കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ഒരു കമ്മിറ്റി, ആ ഒരു 10 പേര് ചേർന്നിട്ടുള്ള ആ ഒരു കമ്മിറ്റി എന്താണ്, ബോണസ് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവർ തീരുമാനിച്ചത് കൊണ്ട് അത് കൊടുക്കാനൊന്നും പറ്റില്ല. അവർ തീരുമാനിച്ച അവരുടെ ആ ഒരു എന്താണ് സജഷൻ, ആ ഒരു പ്രൊപ്പോസൽ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ, അതായത് എല്ലാ മെമ്പേഴ്സും കൂടി നിൽക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. ആ ജനറൽ മീറ്റിംഗിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണം, വന്നിട്ട് വോട്ടിനിടും. അതിൽ പാസ്സാവണം. അതായത് അതിന് മിനിമം മെജോറിറ്റി അതിനെ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നടത്താൻ പാടുകയുള്ളൂ. ഇനി അടുത്തത്, the company should have sufficient profit and reserve to permit the issue of bonus shares. അതുപോലെ തന്നെ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റിന് കൊടുക്കുന്ന ഒന്നാണെന്ന് അറിയാലോ. അപ്പോൾ ഈ ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുവാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കമ്പനിയുടെ കയ്യിലുണ്ടാവണം. സഫിഷ്യന്റ് പ്രോഫിറ്റ് കമ്പനിയുടെ കയ്യിലുണ്ടാവണം. അല്ലാതെ കടം വാങ്ങിയിട്ട് ബോണസ് കൊടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അടുത്തത്, the bonus issue should satisfy the guidelines issued by SEBI. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയുടെ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടണം. Then the partly paid up shares, if any outstanding on the date of allotment, should be made fully paid up shares. ബോണസ് ഷെയർസ് കൊടുക്കുന്ന സമയത്ത് പാർട്ലി പേഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ഫുള്ളി പേഡ് അപ്പ് ഷെയർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ടേ ബോണസ് ഷെയർ കൊടുക്കാവൂ. ഓക്കെ, നമുക്ക് ഇത്രയും 5 കണ്ടീഷൻസ് ഉണ്ട്. ഈ 5 കണ്ടീഷൻസ് ബോണസ് ഷെയറിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ളതാണ്.
ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കുക. അപ്പൊ 2 കണ്ടീഷൻ നമ്മൾ പഠിച്ചു. എന്തിന്റെയാണ്? പ്രിഫറൻസ് ഷെയറിന്റെ സമയത്തുള്ള കണ്ടീഷനും ബോണസ് ഷെയറിന്റെ കണ്ടീഷനും പഠിച്ചു. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് വീണ്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ പഠിച്ചോളൂ, രണ്ടും പഠിച്ചോളൂ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, അത് ഒരു പ്രോബ്ലം തന്നെയാണ്. പാരഗ്രാഫ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ പ്രൊവിഷൻസിന്റെ ഒരു ടേബിൾ ഉണ്ട്, ആ ക്ലാസ് എടുത്ത സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിളിന്റെ അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതേ രൂപത്തിൽ തന്നെ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലവും അതുപോലെ തന്നെ പ്രൊവിഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം. ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. ഒന്നുകിൽ ഈ 2023 ചോദിച്ചിട്ടുള്ളത് പ്രൊവിഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആണ്. 2024 ഇപ്പൊ ഏതാ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഈ വർഷം ചോദിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? പ്രൊവിഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2022 ഈ ക്വസ്റ്റ്യൻ, 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ചിലപ്പോൾ ഈ വർഷം പ്രൊവിഷൻ തന്നെ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഏതായാലും പ്രൊവിഷൻ അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും പാരഗ്രാഫിൽ ചോദിക്കും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു വെച്ചോളൂ, ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് അസറ്റ് 16,800 ഇൻ ലാക്സ് ആണ് ഇതൊക്കെ. അപ്പൊ ലാക്സ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കുക, ലാക്സിലാണ് പറയുന്നത് എന്നുള്ളത്. നമുക്ക് ഈ പോയിന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. അതായിരിക്കും നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് തെറ്റാതിരിക്കാൻ നല്ലത്, അല്ലെങ്കിൽ 0 വിട്ട് നിങ്ങൾ തെറ്റിക്കും. ഓക്കെ, അപ്പോൾ 16,800 ലക്ഷം സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് 1,300 ലക്ഷം ഉണ്ട്. ദെൻ 320, 90, 30, 97, 48 ഈ രീതിയിൽ മറ്റ് അസറ്റുകൾ കമ്പനിയുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ട പ്രൊവിഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് പ്രൊവിഷൻ വെക്കേണ്ടത്? അതിന്റെ ഒരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാപ്റ്റർ എടുത്ത സമയത്ത്. അത് ഓർമ്മയില്ലാത്തവർക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ആ ടേബിൾ ഒന്നും കൂടി ഞാൻ ഇവിടെ കാണിക്കുകയാണ്. പ്രൊവിഷൻ വെക്കേണ്ടത് സ്റ്റാൻഡേർഡ് അസറ്റിന് മിനിമം 4%. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് അസറ്റ് ഇത് നോക്കിയ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് അസറ്റ് 16,800. അപ്പൊ ഇതിന് 4% വെക്കേണ്ടത്. ഞാനതാ പറഞ്ഞത്, വളരെ സിമ്പിൾ ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്ത്? ഈ ഒരു ടേബിൾ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ. കാരണം അതേ ഐറ്റം ക്വസ്റ്റ്യനിൽ അതേ പേരിൽ തന്നെ ക്വസ്റ്റ്യനിൽ കിടക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പ്രയാസമുണ്ടോ? നേരെ പെർസെന്റേജ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സ്റ്റാൻഡേർഡ് അസറ്റ് 0.4% പ്രൊവിഷൻ വെക്കേണ്ടത്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ 15% പ്രൊവിഷൻ വെക്കേണ്ടത്. ഓക്കെ, അൺസെക്യൂർഡ് ആണ് എന്ന് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 25% വെക്കണം. ഓക്കെ, ഇനി ഡൗട്ട്ഫുൾ അസറ്റ്, അപ്പൊ ഇവിടെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്. അപ്പൊ ഇതിന് വെക്കേണ്ട എത്രയായിരിക്കും? 15% ആയിരിക്കും. ഓക്കെ, ഇത് അൺസെക്യൂർഡ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലല്ലോ. 15% ആയിരിക്കും ഇവിടെ പ്രൊവിഷൻ വെക്കേണ്ടത്. ഇനി ഡൗട്ട്ഫുൾ അസറ്റ് ഉണ്ട്. ആ ഡൗട്ട്ഫുൾ അസറ്റിന്റെ കേസിൽ നോക്കി, അതിൽ അൺസെക്യൂർഡ് പോർഷൻ, ഡൗട്ട്ഫുൾ അസറ്റിൽ അൺസെക്യൂർഡ് പോർഷൻ ഉണ്ട് എങ്കിൽ ഇതാ അൺസെക്യൂർഡ് പോർഷൻ ഓഫ് ഡൗട്ട്ഫുൾ അസറ്റ് ഇതാ ഈ കാണണം. അതിന് എത്ര വെക്കണം? 100% വെക്കണം. ക്ലിയർ? ദെൻ ഡൗട്ട്ഫുൾ അസറ്റ് സെക്യൂർഡ് പോർഷൻ അപ് ടു 1 ഇയർ, ഒരു വർഷം വരെയുള്ളതിന് 25%. ഇതാ അപ് ടു 1 ഇയർ, അപ്പൊ ഇതിന് 25% വെക്കുക. ദെൻ 1 to 3 ഇയർ, ഇതാ 1 to 3 ഇയർ, ഇതിന് നേരെ എത്ര വെക്കുക? 40% വെക്കുക. ദെൻ മോർ ദാൻ 3 ഇയർ, നോക്കൂ, മോർ ദാൻ 3 ഇയർ 100%. അതായത് നമ്മൾ ആ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ തീരായിട്ട് പഠിക്കുന്നു, ഇത് എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ യാതൊരു പ്രയാസവും ഇത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, കൃത്യമായിട്ട് പ്രൊവിഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ. ഇതാണ് ആ ടേബിൾ. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഇത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ടേബിൾ വരയ്ക്കേണ്ടത് എന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ടേബിൾ വരച്ചാൽ മതി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. അതായത് ഈ ഭാഗത്ത് ക്ലാസിഫിക്കേഷൻ, ഇവിടെ എമൗണ്ട്, ഇവിടെ പ്രൊവിഷൻ, പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷൻ, ഇവിടെ പ്രൊവിഷൻ, എമൗണ്ട്, ഇങ്ങനെ കോളംസ് കൊടുക്കുക. ഇനി സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റാൻഡേർഡ് അസറ്റ് ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുള്ളത്? 16,800 ആണ്. അപ്പൊ ആ കോളത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാം. സ്റ്റാൻഡേർഡ് അസറ്റ് 16,800. ഓക്കെ, ഇനി അടുത്തത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിലേക്ക് പോവാം. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എത്രയാണ്? 1,300. അപ്പൊ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. എത്രയാണ്? 1,300. ഇനി അടുത്തത് ഡൗട്ട്ഫുൾ അസറ്റ്. ഡൗട്ട്ഫുൾ അസറ്റില് എന്താണ്? അൺസെക്യൂർഡ് പോർഷൻ ഉണ്ട്.
ഡൗട്ട്ഫുൾ അസറ്റ് അൺസെക്യൂർഡ് പോർഷൻ എത്രയാണ്? അൺസെക്യൂർഡ് പോർഷൻ ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട്ഫുൾ അസറ്റ് അൺസെക്യൂർഡ് പോർഷൻ 97 ആണ്. 97. ഓക്കെ, അപ്പം അത് നമുക്ക് ഡൗട്ട്ഫുൾ അസറ്റ് അൺസെക്യൂർഡ് പോർഷൻ 97 97 ആണ് അൺസെക്യൂർഡ് പോർഷൻ. 97 എന്ന് എഴുതുക. ഇനി അൺസെക്യൂർഡ് പോർഷനോ ഡൗട്ട്ഫുൾ അസറ്റ് കേട്ടോ, അതാ 97, അതാണ് നമ്മളിവിടെ എഴുതിയത്. ഡൗട്ട്ഫുൾ അസറ്റ് അൺസെക്യൂർഡ് പോർഷൻ 97 എന്ന് എഴുതി. ഇനി സെക്യൂർഡ് പോർഷനിൽ അപ് ടു 1 ഇയർ 320. അപ്പൊ അതിന് നേരെ എഴുതുക, സെക്യൂർഡ് പോർഷൻ ആണത്, അതിന് നേരെ അപ് ടു 1 ഇയർ 320. ദെൻ അടുത്ത എന്താണ്? 1 to 3 ഇയർ 90 കൊണ്ട് എഴുതുക. 1 to 3 ഇയർ 90. ദെൻ മോർ ദാൻ 3 ഇയർ 30 ഇവിടെ എഴുതുക 30. ഇനി ഫസ്റ്റിലേക്ക് തന്നെ പിന്നെയും പോവാം. ലോസ് അസറ്റ് എത്രയാ? 48. യെസ്, നമ്മൾ ടേബിളിലേക്ക് വരുന്നു. ലോസ് അസറ്റ് 48. ക്ലിയർ? അപ്പൊ ഇതേപോലെ, അതായത് ക്വസ്റ്റ്യനിലുള്ള തന്നത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറക്കി എഴുതുന്നു ആൻസറിലേക്ക്. വേറെ ഒന്നുമില്ല. ഇനി ഈ കോളത്തിൽ എഴുതേണ്ടത് പ്രൊവിഷൻ, പെർസെന്റേജ് ഓഫ് പ്രൊവിഷൻ, ഇത് നമ്മൾ കാണാതെ പഠിച്ചാൽ മതി. ഈ കോളത്തിൽ എഴുതേണ്ടത്. അപ്പം സ്റ്റാൻഡേർഡ് അസറ്റിന്റെ പ്രൊവിഷൻ എത്രയാണ്? 0.4% ആണ്. ക്ലിയർ? അതുകൊണ്ട് ഇവിടെ പ്രൊവിഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? 16,800 ഇൻറ്റു 0.4%, 40% അല്ലെങ്കിൽ 0.4. ഓക്കെ, അത് എത്രയാണ് വരുന്നത്? അതാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് അസറ്റിന്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര വരും? കാൽക്കുലേറ്റർ എടുത്തൊന്ന് ചെയ്ത് നോക്കി. ഐ തിങ്ക് 16,800 ഇൻറ്റു 0.4% എന്ന് പറയുമ്പോൾ 67.2 വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡ് അസറ്റിന്റെ പ്രൊവിഷൻ എത്രയാണ്? 15%. അത് ക്വസ്റ്റ്യനിൽ അൺസെക്യൂർഡ് എന്ന് പറയുകയാണെങ്കിൽ 25% കാണണം. ക്വസ്റ്റ്യൻ അൺസെക്യൂർഡ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? സ്റ്റാൻഡേർഡ് അസറ്റിന്റെ ബ്രാക്കറ്റിൽ അൺസെക്യൂർഡ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ തരാം. അതുകൊണ്ടാണ് ഞാൻ പ്രോബ്ലത്തിൽ അത് ഉൾക്കൊള്ളിച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ അൺസെക്യൂർഡ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 15 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം 1300ന്റെ 15%. 1300 ഇൻറ്റു 15%. 1300 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 195 വരും. ഓക്കെ, ദെൻ അടുത്തത് ഡൗട്ട്ഫുൾ അസറ്റിന്റെ ഉള്ളിൽ അൺസെക്യൂർഡ് 97 ഉണ്ട്, 100% എന്ന് പറയുമ്പോൾ പിന്നെ സംശയമൊന്നുമില്ല, 97 തന്നെ. 100% പറയുമ്പോൾ ആ എമൗണ്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡൗട്ട്ഫുൾ അപ് ടു 1 ഇയർ ആണെങ്കിൽ 25%. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യണം. 320ന്റെ 25% എത്ര വരും? 320ന്റെ 25% 80 രൂപ വരും അല്ലെ? 80. ഇനി ഡൗട്ട്ഫുൾ ഫോർ 1 to 3 ഇയർ, അപ്പൊ അത് 90 ആണ്, 40%. അപ്പൊ 90ന് 40%. 90 ഇൻറ്റു 40, 90ന്റെ 40%. 36 വരും അല്ലെ? 36. യെസ്. ഇനി 3 വർഷത്തിൽ കൂടുതൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ 100% ആണ്. അപ്പോൾ 30 തന്നെയാണ്. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലോസ് അസറ്റ് ആണെങ്കിലും 100% ആണ്, 48. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രൊവിഷൻ വരുന്ന എത്രയാണ്? എല്ലാം കൂടി കൂട്ടിയിട്ട് താഴെ കൊടുക്കുക, ടോട്ടൽ പ്രൊവിഷൻ. ടോട്ടൽ പ്രൊവിഷൻ എത്രയാണ് വരുന്നത്? 67.2 പ്ലസ് 195 പ്ലസ് 97 പ്ലസ്
80 പ്ലസ് 36 പ്ലസ് 30 പ്ലസ് 48 വരുന്നത് 553.2. ഓക്കെ, 553.2 ആണ് ടോട്ടൽ പ്രൊവിഷൻ വരുന്നത്. ഇപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ എന്തായിട്ടും ഷുവറായിട്ട് നോക്കി വെക്കണം. കാരണം ഈ ഭാഗം നിങ്ങൾക്ക് എന്തായാലും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത് അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് ഷുവറായിട്ടും 5 മാർക്കിന് ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന 2 പോർഷനും പഠിച്ചു വെച്ചോളൂ, ഏതെങ്കിലും ഒന്ന് 5 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഷുവർ എന്ന് പറയുന്ന ആ പോർഷൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാകും. ക്ലിയർ? അപ്പം അത് ഞാൻ നേരത്തെ ഓൾറെഡി ഇട്ട് തന്നിട്ടുള്ള 2 മാർക്കിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തിയറീസിന് വരാൻ സാധ്യതയുള്ള പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു 15 മാർക്ക് അവിടെ കിട്ടും. 15 25 മാർക്ക് ഇതിൽ നിന്നും ഞാൻ പറഞ്ഞ ഷുവർ ക്വസ്റ്റ്യൻസ് ഒരു 10 പറഞ്ഞു, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഒന്ന് ഇത്, പിന്നെ ഇത് പറഞ്ഞു റൈറ്റ് ഷെയറിന്റെ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ അത് 5, ഇത് 5, 10. ഓക്കെ, അവിടെ 25 പ്ലസ് 10 35 മാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ആയി, ഞാൻ പറഞ്ഞ കണക്കിന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. പിന്നെ എസ് എ ചോദിക്കും. എസ് എ ഏതാ ചോദിക്കുക? എസ് എ 1 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു എസ് എ ചോദിക്കാം. അതുപോലെ തന്നെ ബാങ്കിങ്ങിലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷന്റെ ഒരു അല്ലെങ്കിൽ എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ബാങ്കിങ്ങിലെ. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആ ഭാഗം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടി 10 10 20 കിട്ടി. എത്രയായി? 55 മാർക്കായി. നല്ല മാർക്ക് തന്നെയാണ് അക്കൗണ്ടിങ്ങിലെ ആ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ തിയറി ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഒട്ടും പ്രയാസമില്ല, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ.